Welcome back to the physics class. Today we have to discuss about the second application of dimensional analysis, that is to derive the relation between the physical quantities. To derive relation between the physical quantities. You know, the first application we already discussed that to check the dimensional correctness of an equation. Like one equation ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അഥവാ വിവിധ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനിടക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാം. ഇഫ് വി നോ ദ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് അതർ ക്വാണ്ടിറ്റീസ്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ബാക്കിയുള്ള ക്വാണ്ടിറ്റീസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് നമുക്കറിയാമെങ്കിൽ, അഥവാ അതുമായിട്ടുള്ള ബന്ധം അറിയാമെങ്കിൽ ആ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനടക്കുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇതിൽ കണ്ടീഷൻ ഉണ്ട്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു മാക്സിമം ഒരു 3 ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ്. മാത്രമല്ല അത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ടൈപ്പ് റിലേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യാം. മനസ്സിലായോ? നോക്കൂ, എക്സാമ്പിൾ നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv², അല്ലേ? അപ്പോൾ ഇതിൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ 2 ടേംസ്, ദാറ്റ് ഈസ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്പീഡ് ഓഫ് ദ ബോഡി. അപ്പോൾ 2 ക്വാണ്ടിറ്റിയുമായിട്ടാണ് കൈനറ്റിക് എനർജി ബന്ധമുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി ആക്ച്വലി മാസുമായിട്ടും സ്പീഡുമായിട്ടും ബന്ധമുണ്ടെന്ന് മാത്രം നമുക്കറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh, ഇത് അനദർ ഫിസിക്കൽ ഇക്വേഷനാണ്. ഇതൊക്കെ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യാം. പക്ഷേ v ഈസ് ഈക്വൽ ടു u+at എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ, ഇത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ പിന്നെ പ്ലസ്സും മൈനസും കൊണ്ട് മൾട്ടിപ്പിൾ ടേംസ് വരികയാണ്. ഒരു സിംഗിൾ ടേമാണ് അതൊക്കെ, അല്ല? ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷൻ കൊണ്ടോ സെപ്പറേറ്റ് ചെയ്താൽ അത് ഒറ്റ ടേമാണ്. നേരെ മറിച്ച് പ്ലസ്സോ മൈനസോ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ടേമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഇക്വേഷൻസൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ എന്താണ് ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ ഇഫ് വി ഹാവ് അനദർ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു x ഇൻറ്റു z ഇൻറ്റു t ഡിവൈഡ് ബൈ s ഇൻറ്റു r, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 5 ക്വാണ്ടിറ്റീസ് വന്നു. മാക്സിമം 3 ക്വാണ്ടിറ്റീസ് ആണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധമെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. ഇവിടെ ഇപ്പോൾ കൈനറ്റിക് എനർജി 2 ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധം, പൊട്ടൻഷ്യൽ എനർജി ഈസ് റിലേറ്റഡ് വിത്ത് 3 ക്വാണ്ടിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ. എന്താണ്? ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമ്പിൾസാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ചാപ്റ്ററിന് ഈ ഒരു സെക്ഷൻ്റെ നോട്ട് നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് എഴുതിയെടുക്കണം. കാരണം പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് ക്ലാസ് എടുത്ത് വീണ്ടും നോട്ട് എഴുതുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ നോക്കിയിട്ട് ആ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ, ദാറ്റ് ഈസ് ടു ഡിറൈവ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് may depends on mass of the object m, acceleration due to gravity g, and the height of the object from the surface of earth. Then derive an expression for potential energy. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ഈ പറയുന്ന ഫാക്ടേഴ്സുമായിട്ട് ബന്ധമുണ്ട് നമുക്കറിയാം. പക്ഷേ ആക്ച്വൽ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്കറിയില്ല. ഓക്കെ, എന്തൊക്കെ? പൊട്ടൻഷ്യൽ എനർജി മേ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ പിന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അതായത് പൊട്ടൻഷ്യൽ എനർജി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ഉണ്ട്, അതുപോലെ ജി ഉണ്ട്, എച്ച്. അപ്പോൾ m² GH അല്ലെങ്കിൽ m² GH³ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമുല എമ്മിനെ ജിനെ എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒന്നും പവർ നമുക്കറിയില്ല.
ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഇക്വേഷൻ എങ്ങനെ, ഇതിപ്പോൾ കറക്റ്റ് ഇക്വേഷൻ അല്ല, പക്ഷേ എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റ്. അപ്പോൾ ആക്ച്വൽ ഇക്വേഷൻ എന്താ നമുക്കറിയില്ല. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി നോക്കൂ, ഇതിൻ്റെ സൊല്യൂഷൻ ശ്രദ്ധിച്ചോ. പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻസ് ഓൺ എന്നുള്ളത് കാണിക്കാൻ നമ്മൾ ഫിസിക്സിൽ എഴുതുന്നത് എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയും. പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മാസ് m⁻1 ആണോ m⁻2 ആണോ 1/m ആണോ ഒന്നും നമുക്കറിയില്ല, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തൽക്കാലം എന്ത് ചെയ്യുക, അറിയാത്തൊരു പവർ അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ a എന്ന് കിട്ടും, m⁻a ഇൻറ്റു അടുത്തത് എന്താണ്, മാസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സിമ്പിൾ നോക്കുക, g ആണ്. അപ്പോൾ g⁻⁻ എത്രയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ g⁻b. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്, എർത്തിൻ്റെ സർഫസ് എന്ന ബോഡി എത്ര ഹൈറ്റിലാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എച്ചിൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്, എച്ചിന് ബന്ധമുണ്ട്, പക്ഷേ എങ്ങനെയാണ് ബന്ധം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ h⁻c എന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനെ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റി എഴുതാൻ പറ്റണം ആദ്യം, ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫിസിക്സിൽ ഒരു ഇക്വേഷൻ, ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു ഇക്വേഷനാക്കി മാറ്റുമ്പോൾ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു m⁻a, g⁻b, h⁻c. therefore potential energy is equal to a constant k into m⁻a, g⁻b, h⁻c എന്ന് എഴുതാം. ഓക്കെ, അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇവിടെ എന്താണ് k എന്താണ്, k ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്ത് കോൺസ്റ്റൻ്റാണ്, ഡയമെൻഷൻ ഇല്ലാത്ത ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഈ മെത്തേഡിൽ നിന്ന് കിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ അപ്ലിക്കേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ലിമിറ്റേഷനാണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്, അഥവാ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് വേറെ മെത്തേഡിൽ നിന്നൊക്കെ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്യുമ്പോൾ അത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ k എന്നിടാന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്തിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ആക്ച്വൽ ഇക്വേഷനായി. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നിങ്ങൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് എഴുതുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നിങ്ങൾ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ അറിയണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഏത് എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, എന്താണ്, mL² T⁻⁻2 അല്ലേ, എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ടു k എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ m ആണ്, മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം, m അതിൻ്റെ പവർ നോക്കുക a. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല L T⁻2 അല്ലേ, അതിൻ്റെ പവർ എത്രയാണ്, b⁻b. പിന്നെ h മീൻസ് സം ഹൈറ്റ് ആണ്, ഹൈറ്റ് മീൻസ് ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഹൈറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല L⁻c. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻a L⁻, നോക്കൂ L⁻, ഇവിടെ b ഉണ്ട്, L⁻b അതുപോലെ L⁻c ഉണ്ട്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ, L⁻a ഇൻറ്റു L⁻c ദാറ്റ് ഈസ് ഈക്വൽ ടു L⁻a പ്ലസ് c. സോറി L⁻b അല്ലേ, L⁻b L⁻c L⁻b പ്ലസ് c. മനസ്സിലായല്ലോ, ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ L⁻b വരും, ഇവിടെ L⁻c വരും. അപ്പോൾ അതുകൊണ്ട് a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m പ്ലസ് n ദാറ്റ് ഈസ് L⁻b പ്ലസ് c. ഓക്കെ, പിന്നെ ടൈം ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ T⁻2 all raised to b that is ഇത് രണ്ട് മൾട്ടിപ്ലൈ -2b. അപ്പോൾ T⁻2b. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ml² t⁻², റൈറ്റ് സൈഡിൽ m⁻a l⁻b+c t⁻²b. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടെത്തിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ഇക്വേറ്റ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും കറസ്പോണ്ടിങ് പവേഴ്സ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ എ ആണ്. ദാറ്റ് മീൻസ് എ മസ്റ്റ് ബി ഈക്വൽ ടു 1. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. മനസ്സിലാണ്ടല്ലോ? ഓക്കെ, ഞാനിവിടെ അടുത്ത സ്റ്റെപ്പോടെ എഴുതാം. എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇക്വേറ്റ്. ഓക്കെ, equate the powers on both sides. നമ്മൾ രണ്ട് സൈഡിലും പവർ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ അങ്ങോട്ട് എഴുതാണ്. ഇക്വേറ്റ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്. ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഇവിടെ m⁻1 ആണ്. അപ്പോൾ 1 is equal to അല്ലേ, 1 is equal to a. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, a ഈക്വൽ ടു 1 കിട്ടി. പിന്നെ ഇവിടെ 2 ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷനിൽ 2 ആണ്. 2 is equal to ഇവിടെ ലെങ്ത്ത് b+c. അപ്പോൾ 2 is equal to b+c, കോമ. മൂന്നാമത്തെ ടൈം -2 ആണ്. അപ്പോൾ -2 is equal to ഇവിടെ -2b. ഓക്കെ, ഈ 3 ഇക്വേഷൻ മതിയല്ലോ എ ബി സി സോൾവ് ചെയ്യാൻ. എ ബി സോൾവ് ചെയ്യാൻ ആൾറെഡി കിട്ടി, എ ഈക്വൽ ടു 1. ഇനി 2 ഈക്വൽ ടു b+c. അപ്പോൾ പക്ഷേ ഇവിടെ -2 ഈക്വൽ ടു -2 is equal to -2b. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എഴുതാം? -2b ഓർ b is equal to -2 ഡിവൈഡഡ് ബൈ -2 അല്ലേ. ഈ -2നെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ -2 ഡിവൈഡ് ബൈ -2 വരും, ഈക്വൽ ടു 1. b ഈക്വൽ ടു a ഈക്വൽ ടു 1, b ഈക്വൽ ടു 1. ഓക്കെ, ദെർഫോർ അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഇപ്പോൾ ഇവിടെ നമുക്ക് 2 is equal to b+c ആണ്. ബിയുടെ വാല്യൂ ഇപ്പോൾ കിട്ടി നമുക്ക് 1 ആണ്. അപ്പോൾ 2 is equal to 1+c. ദെർഫോർ എന്ത് കിട്ടും? 1 ഈക്വൽ ടു ദാറ്റ് ഈസ് c is equal to 2 - v. ഈ c ഇവിടെ നിർത്തി +1നെ അങ്ങോട്ട് മാറ്റി -1. ദാറ്റ് ഈസ് c is equal to 2 - 1 1. ഓക്കെ, അപ്പോൾ ക്ലിയർ ചെയ്യാം. എന്താണ് നമുക്ക് എ ബി സിയുടെ വാല്യൂ കിട്ടി? a is equal to 1, b is equal to 1, c is equal to 1 അല്ലേ. ഓക്കെ, ഈ 3 വാല്യൂയും കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടിയാൽ എന്താണ്? നമ്മൾ ഇക്വേഷൻ 1ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ 1 എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു k ഇൻറ്റു m⁻a mg അല്ലേ, g⁻b h⁻c. ഇതായിരുന്നു നമ്മളെ ഇക്വേഷൻ 1. ആ ഇക്വേഷൻ 1ൽ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മനസ്സിലാണ്ടല്ലോ. k ഇൻറ്റു m⁻a, എയുടെ വാല്യൂ 1, അപ്പോൾ a 1, g⁻b, ബിയുടെ വാല്യൂ 1, പിന്നെ h⁻c, സിയുടെ വാല്യൂ 1. ഓക്കെ, അപ്പോൾ നമ്മൾ SI സിസ്റ്റത്തിൽ കെയുടെ വാല്യൂ 1 ആണ്. ഞാൻ പറഞ്ഞു ഡയമെൻഷൻ മെത്തേഡിൽ അത് കിട്ടൂല. ഓക്കെ, അപ്പോൾ അത് അറിയില്ലെങ്കിൽ k എന്ന് തന്നെ ഇട്ടാൽ മതി. അറിയാമെങ്കിൽ നമുക്കിപ്പോൾ അറിയാം mgh എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കെയുടെ വാല്യൂ 1 ആണ്. ദെർഫോർ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh p ഈസ് ഈക്വൽ ടു ഉണ്ടോ. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ടു ഡിറൈവ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, മാസ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി h, ഇവ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്തി. mgh നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് p ഈസ് ഈക്വൽ ടു mgh. മനസ്സിലായോ? ഇതാണ് മെത്തേഡ്. നേരത്തെ നമ്മൾ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ, അതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് അത് കണ്ടെത്താൻ. മനസ്സിലാക്കുക സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റുള്ള ക്വാണ്ടിറ്റിയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പവേഴ്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. എന്നിട്ട് ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. The period of oscillation of a simple pendulum may depends on mass of the bob, length of the pendulum and acceleration due to gravity. Derive an expression for period of oscillation of the pendulum. Okay, question ഒന്നുകൂടെ വായിക്കൂ. എന്താണ്? പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം
പീരിയഡ് ഓഫ് ഓസിലേഷൻ ടി അല്ലേ, പീരിയഡ് ഓഫ് ഓസിലേഷൻ ടി മേ ഡിപ്പെൻസ് ഓൺ മാസ് ഓഫ് ദി ബോബ്, ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. പിന്നെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ, then acceleration due to gravity g, then derive an expression for period of oscillation. Simple pendulum consists of a bob of mass m connected with an inextensible string. മാസില്ലാത്ത ഒരു നൂലുമായിട്ട് ഒരു മെറ്റൽ സ്ഫിയർ കണക്ട് ചെയ്തു. ഇതിനാണ് നമ്മൾ സിമ്പിൾ പെൻഡൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് നോൺ ആസ് ഇറ്റ്സ് പീരിയഡ്. ഓക്കെ, അതാണ് ഈ ടി എന്ന് പറയുന്നത്. പീരിയഡ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ, ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് എത്താനുള്ള ടൈം, അതാണ് പീരിയഡ്. അപ്പോൾ അത് മാസിന്, ഈ ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. സിമ്പിൾ പെൻഡലത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത്, അതാണ് ലെങ്ത്ത്. മേ ഡിപ്പെൻസ് ഓൺ ലെങ്ത് എൽ. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സാക്റ്റ് ഇക്വേഷൻ നമുക്കറിയില്ല. പക്ഷേ ഈ ക്വാണ്ടിറ്റി, ഈ മൂന്ന് ക്വാണ്ടിറ്റിയുമായിട്ട്, ഏത് ക്വാണ്ടിറ്റി, ടൈം പീരീഡ്, ഈ മൂന്ന് ക്വാണ്ടിറ്റിയുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ വി ക്യാൻ ഡിറൈവ് എ ഫോർമുല ഫോർ പീരിയഡ് ഓഫ് ഓസിലേഷൻ. ഉണ്ടോ, അത് ഈ ഒരു ക്വസ്റ്റ്യനെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേറൊരു മെത്തേഡ്, നമ്മൾ ഇതിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാക്റ്റ് ഡെറിവേഷൻ ചെയ്യും. ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മൾ ആ ഫസ്റ്റത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത അതേ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. എന്താണ്? പീരിയഡ് മേ ഡിപ്പെൻസ് ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ഏതൊക്കെ ക്വാണ്ടിറ്റി? മാസ് ഓഫ് ദ ബോബ് അല്ലേ, എം. അപ്പോൾ എം റൈസ് ടു എത്ര നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, എം റൈസ് ടു എക്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എ, നേരത്തെ നമ്മൾ എ എന്നാണ് കൊടുത്തത്, എൻ സി ആർ ടിയിലെ എക്സ് ആണ് യൂസ് ചെയ്തത്, ഞാൻ യൂസ് ചെയ്യുന്നു. ദെർഫോർ എം റൈസ് ടു എക്സ്, മാസിൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. പിന്നെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എൽ അല്ലേ, എൽ റൈസ് ടു വൈ എന്ന് കൊടുക്കാം. ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻഡലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അപ്പോൾ ജി റൈസ് ടു സെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെർഫോർ ടി ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്ക് ഡയമെൻഷൻ ഇല്ലാത്ത ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു. ഓക്കെ, കെ ഇൻറ്റു എം റൈസ് ടു എക്സ്, എൽ റൈസ് ടു വൈ, ജി റൈസ് ടു സെഡ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി എന്താ മെത്തേഡ്? ഈ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കണ്ടെത്തി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ, എഴുതാം നിങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും നിങ്ങൾ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതുകൊണ്ട് മാസ്, പിന്നെ ഡയമെൻഷൻ ഓഫ് മാസ് റൈസ് ടു എക്സ്, പിന്നെ ഡയമെൻഷൻ ഓഫ് എൽ റൈസ് ടു വൈ, ഡയമെൻഷൻ ഓഫ് ജി റൈസ് ടു സെഡ്. ഓക്കെ, ഇനി നോക്കുക, നിങ്ങൾ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടൈം പീരിയഡിൻ്റെ ഡയമെൻഷൻ ടൈം തന്നെ അല്ലേ, അതിന് നമ്മൾ സിമ്പിൾ ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഡയമെൻഷന് ടി എന്ന് കൊടുത്തു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ടി മാത്രമേ ഡിപ്പെൻഡൻസ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 എന്ന് കൊടുക്കാം അല്ലേ. ടൈം പീരിയഡിൻ്റെ ഡയമെൻഷൻ ടി റൈസ് ടു 1, കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ മാസൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാസ് ഇല്ലെങ്കിൽ മാസ് റൈസ് ടു 0 എന്ന് കൊടുക്കാം. എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ നോക്കുക, ഫസ്റ്റ് ടേം മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല എം, ക്യാപിറ്റൽ എം, അത് റൈസ് ടു എക്സ് ഇൻറ്റു ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ എൽ റൈസ് ടു വൈ. മനസ്സിലാണ്ടല്ലോ, റൈസ് ടു വൈ. പിന്നെ ജി അല്ലേ, എന്താണ് ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -2 റൈസ് ടു സെഡ്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് എം ഹോൾ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എം റൈസ് ടു എക്സ്. പിന്നെ ഇവിടെ എൽ റൈസ് ടു വൈ, ഇവിടെ എൽ റൈസ് ടു 1 ഇൻറ്റു സെഡ് എന്ന് പറയുമ്പോൾ എൽ റൈസ് ടു സെഡ്. ഇവിടെ എൽ റൈസ് ടു സെഡ് ഉണ്ട്, ഇവിടെ എൽ റൈസ് ടു വൈ ഉണ്ട്. അപ്പോൾ എൽ റൈസ് ടു വൈ പ്ലസ് സെഡ്. മനസ്സിലായോ? എൽ റൈസ് ടു വൈ അല്ലേ, എൽ റൈസ് ടു വൈ ഇൻറ്റു എൽ റൈസ് ടു സെഡ്. നേരത്തെ പറഞ്ഞു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമം
എ റൈസ് ടു എം പ്ലസ് എൻ അതേ ഫോർമുല യൂസ് ചെയ്യുക. എൽ റൈസ് ടു വൈ ഇൻറ്റു എൽ റൈസ് ടു സെഡ് ഈക്വൽ ടു എൽ റൈസ് ടു വൈ പ്ലസ് സെഡ്. ഓക്കെ, പിന്നെ എന്താണ് എം ആയി എൽ ആയി. പിന്നെ ടൈം ടി റൈസ് ടു -2 ഹോൾ റൈസ് ടു സെഡ് എന്ന് പറയുമ്പോൾ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. -2 ഇൻറ്റു സെഡ് -2z ദാറ്റ് ഈസ് ടി റൈസ് ടു -2z. ഓക്കെ, അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ എം റൈസ് ടു 0, ഇവിടെ എം റൈസ് ടു എക്സ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. പിന്നെ എൽ റൈസ് ടു 0 ആണ് ഇവിടെ. അപ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഇവിടെ പവർ വൈ പ്ലസ് സെഡ്. അപ്പോൾ 0 ഈക്വൽ ടു വൈ പ്ലസ് സെഡ്. പിന്നെ ഇവിടെ 1 ടീക്ക് 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു ഇവിടെ ടീക്ക് -2z. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെയും വൈയുടെയും സെറ്റിൻ്റെയും വാല്യൂ സോൾവ് ചെയ്യാം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതാം. അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും നമ്മൾ പവർ ഇക്വേറ്റ് ചെയ്യുക. എന്താണ് ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്? രണ്ട് സൈഡിലും പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കിട്ടി എക്സിൻ്റെ വാല്യൂ 0. എക്സ് 0 മീൻസ് മാസിന് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന ആൻസറാണ് കിട്ടിയത്. ഓക്കെ, പിന്നെ ലെങ്ത്ത് നെക്സ്റ്റ് 0 ഈസ് ഈക്വൽ ടു ഇവിടെ 0 ഈസ് ഈക്വൽ ടു ഇവിടെ ലെങ്ത്ത് വൈ പ്ലസ് സെഡ്. y plus z, that means y is equal to ഈ പ്ലസ് z ഞാൻ അങ്ങോട്ട് മാറ്റിയാൽ y is equal to minus z അല്ലേ. y plus z equal to 0 ആണ്. that means y is equal to minus z. ഓക്കെ, അടുത്തത് നോക്കാം. ടൈമിൻ്റെ പവർ 1 ആണ്. ദാറ്റ് ഈസ് 1 is equal to ഇവിടെ ടൈമിൻ്റെ പവർ -2z. therefore 1 is equal to -2z. 1 is equal to -2z means എന്ത് കിട്ടും? z is equal to z അവിടെ 3 - 2 z ഇൻറ്റു -2 ആണ്. ആ -2 ഇവിടെ ഡിവൈഡർ വരും. ദാറ്റ് ഈസ് 1/-2 എന്ന് വരും. ദാറ്റ് മീൻസ് z is equal to -half അല്ലേ. അതല്ലേ അതിനർത്ഥം? z is equal to -half. അപ്പോൾ നോക്കൂ, എക്സിൻ്റെ വാല്യൂവും കിട്ടി, സെഡിൻ്റെ വാല്യൂ -half ആണ്. ഈ സെഡിൻ്റെ y ഈക്വൽ ടു -z ആണ്. ദാറ്റ് മീൻസ് അല്ലേ z is equal to ഈ മൈനസും കൂടെ മാറ്റിയാൽ -y. z -yക്ക് തുല്യമാണ്. അപ്പോൾ എല്ലാ വേരിയബിൾസും എല്ലാ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടിയില്ലേ നോക്കൂ. ഞാനിവിടെ എഴുതാം. നമുക്ക് കിട്ടി എക്സ് is equal to 0, y is equal to എന്താണ് y -z ആണ്. ദാറ്റ് ഈസ് മൈനസ് സെഡിൻ്റെ വാല്യൂ -half ആണ് ഇൻറ്റു -half. ദാറ്റ് ഈസ് y is equal to half. പിന്നെ z is equal to ഇവിടെ കിട്ടി z is equal to -half. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ അതുപോലെ വൈയുടെ വാല്യൂ അതുപോലെ സെഡിൻ്റെ വാല്യൂ ഈ മൂന്നും കിട്ടി. എക്സ് ഈക്വൾ ടു 0, വൈ ഈക്വൾ ടു ഹാഫ്, സെഡ് ഇസ് ഈക്വൾ ടു -half. എന്നിട്ട് ആ 3 വാല്യൂ നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ഇൻ ഇക്വേഷൻ 1 കേട്ടോ. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം റൈസ് ടു എക്സ്, എക്സിൻ്റെ വാല്യൂ 0, എൽ റൈസ് ടു വൈ, വൈയുടെ വാല്യൂ ഹാഫ് റൈസ് ടു ഹാഫ് ഇൻറ്റു ജി റൈസ് ടു സെഡിൻ്റെ വാല്യൂ -half. ഓക്കെ, ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു 0 എന്താ നമുക്കറിയാം, എനി റൈസ് ടു 0 അല്ലേ. എക്സ് റൈസ് ടു 0 ഈക്വൽ ടു 1 അല്ലേ. എനി റൈസ് ടു 0 1 ആണ്. അപ്പോൾ എന്ത് ചെയ്താം, കെ ഇൻറ്റു എം റൈസ് ടു 0 1 ആണ്. അപ്പോൾ ഈ മാസിന് ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ എൽ റൈസ് ടു ഹാഫ്, ജി റൈസ് ടു -half. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത് നമുക്ക് പരിചയമുള്ളൊരു ഫോർമുലയാണ്. നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്ക് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ നമുക്കറിയാം എന്ത്, റൂട്ട് എക്സ് ആണ് എന്ത്, എക്സ് റൈസ് ടു ഹാഫ്. ഈ എക്സ് റൈസ് ടു ഹാഫിനെ തന്നെ നമ്മൾ റൂട്ട് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ എക്സ് റൈസ് ടു -half, നമ്മുടെ കേസിൽ എക്സ് റൈസ് ടു -half ഉണ്ടെങ്കിൽ അത് എന്തിനു തുല്യമാണ്, 1/√x തുല്യമാണ്. എക്സ് റൈസ് ടു -half എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ √L ഇൻറ്റു ജി റൈസ് ടു -half എന്ന് പറഞ്ഞാൽ 1/√G ഈക്വൽ ടു കെ ഇൻറ്റു
എൽ ബൈ ജി. ഈ റൂട്ട് രണ്ടിനും റൂട്ട് ഉണ്ടായതുകൊണ്ട് ഒരുമിച്ച് എഴുതാം റൂട്ട് എൽ ബൈ ജി. ഓക്കെ, ഫോർ നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ കെയുടെ എക്സാക്റ്റ് വാല്യൂ കിട്ടുക. അത് ഡയമെൻഷണൽ മെത്തേഡിൽ നിന്ന് കിട്ടൂല. കെയുടെ വാല്യൂ 2π ആണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ആൻസറായിട്ട് നമുക്ക് എന്ത് കിട്ടും? 2π റൂട്ട് എൽ ബൈ ജി അല്ലേ? നമുക്ക് പരിചയമുള്ള ഫോർമുലയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോർമുല വരുന്നത്. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി. ആ 2πയുടെ വാല്യൂ നമുക്ക് ഡയമെൻഷനിൽ നിന്ന് കിട്ടില്ല, പക്ഷേ മറ്റേത് നമുക്ക് റൂട്ട് എൽ ബൈ ജി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കൂ, എന്താണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളെന്ത് ചെയ്തു? ഒരു 1 കിലോഗ്രാം മാസുള്ള ഒരു ബോബ് വെച്ചു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്ത് ഒരു ഓസിലേഷൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് 1 കിലോഗ്രാം ബോബിനെ മാറ്റിയിട്ട് 2 കിലോഗ്രാം മാസുള്ള ബോബ് യൂസ് ചെയ്തു. ലെങ്ത്തിൽ മാറ്റം വരുത്താതെ നിങ്ങൾ ഓസിലേഷൻ നടത്തിയാൽ വീണ്ടും ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം സെയിം ആയിട്ടാണ് കിട്ടുക. ദാറ്റ് മീൻസ് ടൈം പീരിയഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്. അങ്ങനെ നമുക്ക് കിട്ടിയത്. നമ്മളൊരു ധാരണ വെച്ചിട്ട് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടിൽ നിന്ന് എന്ത് മനസ്സിലായി? ദർ ഈസ് നോ ഡിപ്പെൻഡൻസ് ഓഫ് മാസ്. പീരിയഡ് ഓഫ് ഓസിലേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ്. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ലെങ്ത്തിനെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ. Okay, next we have to discuss about different types of variables and constant. ഡയമെൻഷൻ തന്നെ കംപ്ലീറ്റ് ആയില്ല. ഡയമെൻഷനിലെ മെയിനായിട്ടുള്ള 2 അപ്ലിക്കേഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ടു ഡിറൈവ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ഞാൻ അസൈൻമെൻറ്റ്സ് തരാം പിന്നീട് കേട്ടോ. അപ്പോൾ 2 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. പൊട്ടൻഷ്യൽ ജി ഈക്വൾ ടു MGH എങ്ങനെ ഫോം ചെയ്യുന്നു എന്നും, അതുപോലെ തന്നെ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം ഈക്വൾ ടു ടി ഈക്വൾ ടു 2π റൂട്ട് എൽ ബൈ ജി എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കയ്യിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ഉണ്ട്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഡിഫറെൻറ്റ് വാല്യൂസ് പോസിബിൾ ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. അതിന് വാല്യൂസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പിന്നെ കോൺസ്റ്റൻസ് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് വേരിയിങ്. ക്വാണ്ടിറ്റി ഹാസ് വാല്യൂ നെവർ വേരി. അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് പറഞ്ഞത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഡയമെൻഷണൽ വേരിയബിൾ. ഓക്കെ, ഡയമെൻഷണൽ വേരിയബിൾ എന്തായിരിക്കും? ഡയമെൻഷണൽ വേരിയബിൾ, ദീസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓർ ദീസ് ആർ ദ വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡയമെൻഷൻ. എന്താണ്? വേരിയബിൾ ആണ്, അഥവാ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് പോസിബിൾ ആവും, പക്ഷേ അതിന് ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷനുള്ള വേരിയബിൾ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് പറയാം. ഡയമെൻഷണൽ വേരിയബിൾ ആർ ദ വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡയമെൻഷൻ. എക്സാമ്പിൾസ് നോക്കാം നമ്മൾ. എക്സാമ്പിളാണ് വെലോസിറ്റി, മാസ്, സ്പീഡ്, ഫോഴ്സ്, എക്സെട്ര. ഇതിനൊക്കെ നമുക്ക് പിന്നെ എന്താ പറയാം? ഡയമെൻഷണൽ വേരിയബിൾ ആയിട്ട് പറയാം. കാരണം എന്താ? വെലോസിറ്റിക്ക് നമുക്ക് പല വാല്യൂസും കൊടുക്കാൻ പറ്റും. മാസിന് കൊടുക്കാം, സ്പീഡ് കൊടുക്കാം, ഫോഴ്സ് കൊടുക്കാം. ഇതൊക്കെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ മാത്രമല്ല അതിനൊക്കെ ഡയമെൻഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് ഡയമെൻഷൻ നമുക്കറിയാം LT⁻⁻1, മാസ് L, സ്പീഡ് LT⁻⁻1, ഫോഴ്സ് MLT⁻². ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയമെൻഷൻ ഉണ്ട്, എന്നാലോ അതിൻ്റെ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഡയമെൻഷണൽ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, രണ്ടാമതാണ് dimensionless variable. ഓക്കെ, dimensionless variable. അപ്പോൾ അതാണ് ഇതിൽ തന്നെ ആൻസർ അല്ലേ? dimensionless variable, these are the variable physical quantities does not have any dimension. ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, വേരിയബിൾ ക്വാണ്ടിറ്റീസും ആണ്. അതിനെയാണ് നമ്മൾ ഡയമെൻഷൻലെസ് വേരിയബിൾ. അവിടെ അപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക ഡയമെൻഷൻലെസ്. ആദ്യം ഡയമെൻഷണൽ വേരിയബിൾ. എന്താ ഡയമെൻഷണൽ വേരിയബിൾ? ദീസ് ആർ ദ വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡയമെൻഷൻ. അടുത്താണ് ഡയമെൻഷൻലെസ് വേരിയബിൾ. ദീസ് ആർ ദ വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്തൗട്ട് എനി ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ പറയാൻ പറ്റും. ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറയാൻ പറ്റും നമുക്ക്? നോക്കൂ, നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് പ്ലെയിൻ ആംഗിൾ അല്ലേ? പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലെയിൻ ആംഗിൾ ഈസ് ദ റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ് അല്ലേ? പ്ലെയിൻ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. d θ ഈസ് ഈക്വൽ ടു
ആർക്ക് ലെങ്ത് ഡി എസ് ഡിവൈഡഡ് ബൈ ആർ, റേഡിയസ് ആർ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ എൽ, ലെങ്ത് എൽ ബൈ റേഡിയസ് എന്ന് പറയുമ്പോഴും ലെങ്ത്. ഓക്കെ, ദെർഫോർ ഈക്വൽ ടു എൽ റൈസ് ടു 0 മീൻസ് നോ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ആംഗിളിൽ നിന്ന് ഏത് വാല്യൂസും വരാമല്ലോ. പൈ റേഡിയൻ്റ് അല്ലെങ്കിൽ 2 ഡിഗ്രി, 7 ഡിഗ്രി, 90 ഡിഗ്രി, 50 ഡിഗ്രി, അങ്ങനെ പല ആംഗിളിന് പല വാല്യൂസും വരാം. പക്ഷേ അതിന് ഏതിനായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡയമെൻഷൻ നോക്കിയാൽ അത് ഡയമെൻഷൻ ലെസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എൽ റൈസ് ടു 0. അപ്പോൾ പ്ലെയിൻ ആംഗിൾ ഈസ് എ വേരിയബിൾ ക്വാണ്ടിറ്റി, വേരിയബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്തൗട്ട് എനി ഡയമെൻഷൻ. അതേപോലെ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വയറിൽ ഇപ്പോൾ നിങ്ങൾ വലിച്ചാൽ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ലെങ്ത് കൂടും. അപ്പോൾ ലെങ്ത് എത്ര കൂടി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ സ്ട്രെയിനും എന്താണ്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് വരിക. അതുപോലെ തന്നെ സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, സ്ട്രെയിന്. അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിയെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടേമാണ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ കട്ട് ചെയ്ത് പോകും. ദെർഫോർ ഇതൊക്കെ എന്താണ്, ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിൾസ് ആണ്. വാല്യൂസ് പലതും വരും, പക്ഷേ അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡയമെൻഷൻലെസ് വേരിയബിൾ, ഒന്ന് ഡയമെൻഷണൽ വേരിയബിളും രണ്ടാമത്തെ ഡയമെൻഷൻലെസ് വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയമെൻഷണൽ കോൺസ്റ്റൻസ്. ഓക്കെ, അടുത്ത് നോക്കാം. തേർഡ് വൺ ഡയമെൻഷണൽ വേരിയബിൾ അല്ല, ഡയമെൻഷണൽ കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേരിയബിൾസ് 2 തരം പറഞ്ഞു, ഡയമെൻഷണൽ വേരിയബിൾ, ഡയമെൻഷൻലെസ് വേരിയബിൾ. മൂന്നാമത്തെ കോൺസ്റ്റൻ്റ് ആണ് ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തായിരിക്കും ഡയമെൻഷണൽ കോൺസ്റ്റൻസ്? ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആർ ദ physical quantities or the constants having dimension. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അത് ഡയമെൻഷനുള്ള കോൺസ്റ്റൻ്റ് ആണ്. വാല്യൂസ് മാറില്ല, പക്ഷേ അതിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആർ ദ കോൺസ്റ്റൻസ് ഹാവിങ്, എത്ര എഴുതിയാൽ മതി, കോൺസ്റ്റൻസ് ഹാവിങ് ഡയമെൻഷൻ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓർ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ കോൺസ്റ്റൻസ് ഹാവിങ് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻസ്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നമുക്ക്? ഡയമെൻഷണൽ കോൺസ്റ്റൻസ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് കേട്ടിട്ടുണ്ടോ നമ്മൾ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ ക്യാപിറ്റൽ G. ഇതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ്. എവിടെ പ്രപഞ്ചത്തിൽ എവിടെ പോയാലും അതിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റമില്ല, പക്ഷേ അതിന് ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് ഡയമെൻഷൻ ആണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ബോഡീസ് ഗിവൺ ബൈ G × m1 m2 ഡിവൈഡഡ് ബൈ r². നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇതാണ് ഈ G ആണെന്ത്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതി നോക്കൂ. G ഈസ് ഈക്വൽ ടു എഫ് r² ഇങ്ങോട്ട് വരും. അപ്പോൾ FR² ബൈ ഞാൻ Gക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ Gനെ മാത്രം ഇവിടെ നിർത്തുക, ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ FR² ബൈ m1 m2 ഇങ്ങോട്ട് താഴെ വരും, m1 × m2 അല്ലേ? ദെർഫോർ എന്താ വരിക, ഡയമെൻഷൻ ഓഫ് G ഈസ് ഈക്വൽ ടു എന്താണ്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് വരും mL(T⁻² × r² പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ പറയുമ്പോൾ L² ബൈ മാസ് m ആണ്, ക്യാപിറ്റൽ M × m. അപ്പോൾ ഇവിടെ m² എന്ന് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഉണ്ടാകും. ദെർഫോർ ഞാൻ ഇവിടെ എഴുതാം, ഡയമെൻഷൻ ഓഫ് G ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കൂ m⁻1 ബൈ m⁻². അപ്പോൾ m⁻1 -2 മീൻസ് -1 അല്ലേ? m⁻1 ഇൻറ്റു L⁻, നോക്കൂ L² ഉണ്ട്, L⁻1 ഉണ്ട്. അപ്പോൾ L⁻3 പിന്നെ T⁻2 ആണോ? അപ്പോൾ m⁻1 L³ T⁻2
-2. ഇതാണ് എന്ത് ഡയമെൻഷൻ ഫോർമുല ഓഫ് ജി. ജിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ജിയുടെ വാല്യൂ 6.6 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg/−2. ഓക്കെ, അപ്പോൾ അതാണ് കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് ആർ ദ കോൺസ്റ്റൻറ്റ്സ് ഹാവിങ് ഡയമെൻഷൻ. അതേപോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഒരു എക്സാമ്പിൾ ജി കേട്ടോ. കോൺസ്റ്റൻറ്റ് എക്സാമ്പിളാണ് ഒന്ന് ജി, പിന്നെ ഒന്ന് ആർ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ആർ. ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ്സിനെയാണ് നമ്മൾ പിന്നെ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സി ഇതുണ്ടാവും നിങ്ങൾ, സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്പീഡ് ഇൻ വാക്വം, അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റാണ്. വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വാല്യൂ നമുക്കറിയാം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സി സ്പീഡാണല്ലോ, അപ്പോൾ അതിന് ഡയമെൻഷൻ ഉണ്ട് L/T⁻⁻1. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് ആർ ദ കോൺസ്റ്റൻറ്റ്സ് ഹാവിങ് ഡയമെൻഷൻസ്. എക്സാമ്പിൾ ചോദിച്ചാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, അതുപോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിന് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ നിങ്ങൾ ഞാൻ പറഞ്ഞു, ആ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പേജിലുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ അതിലുണ്ട്. ആറിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതൊക്കെ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റുകളാണ്, അതിന് ഡയമെൻഷനും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. ഇനി ഒരു ടൈപ്പ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തായിരിക്കും? എന്താണ് ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ്. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് കേട്ടോ. ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഉണ്ട്, ഇനി ഡയമെൻഷൻ ലെസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ലാത്ത, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ്. അപ്പോൾ എന്തായിരിക്കും ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്? ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് ആർ ദ കോൺസ്റ്റൻറ്റ്സ് ഹാവിങ് നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻസുകളെയാണ് നമ്മൾ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് പറയാം. എക്സാമ്പിൾ നമ്പേഴ്സ് അല്ലേ, 1, 2, ഹാഫ് എക്സെട്ര അല്ലേ. നമ്മളിപ്പോൾ ഇക്വേഷൻ ഏതാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ ഇതിലെ ഹാഫ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ഫോർ ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് വെച്ചാൽ നമ്പേഴ്സ് എഴുതാം, അതുപോലെ തന്നെ പൈ, അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായിട്ട് e⁻1. ഓക്കെ, ഇതിനൊക്കെ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻസുകളാണ്. ഓക്കെ, നമ്പേഴ്സ് എഴുതാം, അതുപോലെ പൈ എഴുതാം, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതിൽ 4 ടൈപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ആദ്യം വേരിയബിൾസ് പറയാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഡിഫറൻ്റ് ആയിട്ട് വരാം. അതുതന്നെ ഡയമെൻഷണൽ ഉണ്ട്, ഡയമെൻഷൻലെസ് ഉണ്ട്. ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ വേരിയബിൾസ് ഹാവിങ് ഡയമെൻഷൻ. എക്സാമ്പിൾ വെലോസിറ്റി, ആക്സലേഷൻ, ഫോഴ്സ്, എനർജി, അങ്ങനെയുള്ള ടൈം, അതൊക്കെ പിന്നെ ഡയമെൻഷണൽ വേരിയബിൾസ് ആണ്. പിന്നെ ഡയമെൻഷൻലെസ് വേരിയബിൾസ് ആർ ദ വേരിയബിൾസ് വിത്തൗട്ട് എനി ഡയമെൻഷൻ. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, സ്ട്രെയിന്, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, റിലേറ്റീവ് ഡെൻസിറ്റി പോലെയുള്ള റേഷ്യോ ഒക്കെ എടുക്കുന്നതൊക്കെ ഡയമെൻഷൻലെസ് വേരിയബിളായിട്ട് വരും. പിന്നെ കോൺസ്റ്റൻസുകളാണ്. കോൺസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ഡസ് നോട്ട് വേരി, ദ വാല്യൂ ഡസ് നോട്ട് വേരി, അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻറ്റ്. അതിൽ തന്നെ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ഉണ്ട്. ദീസ് ആർ കോൺസ്റ്റൻറ്റ് ഹാവിങ് ഡയമെൻഷൻ. എക്സാമ്പിൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിൽ ലൈറ്റിൻ്റെ സ്പീഡ്, അതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്, ഡയമെൻഷനും ഉണ്ട്. പിന്നെ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ് മീൻസ് ആർ ദ കോൺസ്റ്റൻറ്റ്സ് വിത്തൗട്ട് എനി ഡയമെൻഷൻ. എക്സാമ്പിളാണ് നമ്പേഴ്സ്, പൈ, എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഇ, ഇതൊക്കെ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ്സ് ആണ്. ഓക്കെ.